ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. തേനൂറുന്ന തേൻ മിഠായി എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ പീടികകളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതായിരുന്നു തേൻ മിഠായി. വെറും ദോശമാവ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ദോശമാവ് വേണം. അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ ഒരു അല്പം റെഡ് ഫുഡ് കളർ ഞാൻ ആഡ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാനിൽ എണ്ണ ചൂടാക്കുക, നന്നായിട്ട് ചൂടാക്കണം. ആരും അറിയണ്ട കേട്ടോ, ഞാൻ അപ്പച്ചട്ടി എടുത്ത് വെച്ചേക്കണേ. അപ്പോൾ എണ്ണ നമുക്ക് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ ആ എണ്ണയ്ക്കുള്ളിലേക്ക് നമ്മൾ ആ മാവ് ഇതുപോലെ അങ്ങോട്ട് കോരി ഒഴിക്കുക. അപ്പോൾ അങ്ങോട്ട് വീർത്ത് വരും. പെട്ടെന്ന് കോരി ഒഴിക്കണം, ഇല്ലെങ്കിൽ ആദ്യം ഇട്ടേക്കണത് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളത് വറുത്ത് കോരി എടുക്കുകയാണ്. ഇതിപ്പോൾ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച്, എന്നാലും നമുക്കത് ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഈസിയായിട്ട് അത് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ തേൻ മിഠായിക്കുള്ള ബേസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പഞ്ചസാര പാനി ഉണ്ടാക്കി അത് ഒരു നൂൽ പരുവാകുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്നതൊക്കെ അതിലേക്ക് വാരി ഇട്ട് കൊടുക്കുക. പഞ്ചസാര എത്ര വേണമെന്നോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ തിളയ്ക്കുന്ന പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ ഈ ഓരോ ഈ ഉണ്ടകളും വാരി അതിനകത്ത് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടാറിക്കഴിയുമ്പോൾ ഒരു പാത്രത്തിലാക്കി അടച്ച് വയ്ക്കുക. പിറ്റേ ദിവസം മുതൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേൻ മിഠായി നമുക്ക് കഴിക്കാൻ സാധിക്കും. പക്ഷെ ഞങ്ങൾ പിറ്റേ ദിവസത്തേക്കൊന്നും വെച്ചില്ല കേട്ടോ, അപ്പം തന്നെ അത് തിന്ന് തീർന്നു. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്ന വ്യക്തികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഫ്യൂച്ചറിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും മറ്റു അടിപൊളി വീഡിയോയിൽ നമ്മൾ കാണുന്നവരേക്കും ബൈ.